SDPI ദേശീയ അധ്യക്ഷൻ MK ഫൈസിയെ എൻഫോഴ്സ്മെൻറ്റുകാർ കൊണ്ടുപോയിട്ട് ദിവസം 5 സംസ്ഥാനത്ത് പ്രതിഷേധ പ്രകടനങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല. മിക്കവാറും എല്ലാ പട്ടണങ്ങളിലും SDPIക്കാർ സംഘടിക്കുകയും മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് പ്രകടനം നടത്തിച്ചു. കേന്ദ്ര സർക്കാരിനും എൻഫോഴ്സ്മെൻറ്റിനും CBIക്കും മറ്റ് അന്വേഷണ ഏജൻസികൾക്കും എതിരായിട്ടുള്ള മുദ്രാവാക്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ നാടായ ആലുവയിലും ഒരു 10-300 ആൾ പങ്കെടുത്ത പ്രതിഷേധ പ്രകടനം നടത്തിയിട്ട് അതിൽ 30-40 സ്ത്രീകളുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് വലിയ വമ്പിച്ച പ്രതിഷേധം ഒന്നും ഉണ്ടായില്ല. നേരത്തെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കന്മാരെ പോലീസ് കൊണ്ടുപോയപ്പോൾ NIAക്കാർ വന്ന് തൂക്കിയെടുത്തുകൊണ്ട് പോയപ്പോൾ നമ്മുടെ നാട്ടിൽ കാസർഗോഡ് തൊട്ട് കന്യാകുമാരി വരെ വമ്പിച്ച ഹർത്താലുകൾ നടത്തി നമുക്ക് ഓർമ്മയുണ്ട്. അന്ന് ഹൈക്കോടതി ഇടപെടുകയും ഇതിൽ പങ്കെടുത്ത ആളുകളുടെ സ്വത്ത് കണ്ടുകെട്ടാനുള്ള നടപടികൾ ആരംഭിച്ചു. ഹൈക്കോടതിയോടുള്ള ബഹുമാനം കൊണ്ടാണെന്നറിയില്ല, SDPIക്കാർ ഇത്തവണ ബന്ദിനോ ഹർത്താലിനോ ഒന്നും ആഹ്വാനം കൊടുത്തില്ല. പൊതുമുതൽ തല്ലി തകർക്കുകയും ചെയ്തില്ല, സ്വകാര്യ മുതൽ നശിപ്പിച്ചില്ല. അങ്ങനെ അവർ മര്യാദക്കാരായി, അല്ലെങ്കിൽ സമാധാന പ്രേമികളായി, നിയമമനുസരിച്ച് ജീവിക്കുന്നവരായി എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. അതിൻ്റെ തൊട്ടടുത്ത ദിവസം SDPIയുടെ ഓഫീസുകൾ റെയ്ഡ് ചെയ്തു. കേരളത്തിൽ മാത്രമല്ല, രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ഒരേ സമയത്ത് ഈ എൻഫോഴ്സ്മെൻറ്റുകാർ റെയ്ഡ് നടത്തി. അവിടെ SDPIക്കാർ വിവരം അറിഞ്ഞ് പ്രതിഷേധവുമായിട്ട് വന്നു. കൂടെ ഉണ്ടായിരുന്ന CRPFകാരാണ് അവരുടെ കയ്യിൽ തോക്കുണ്ടായിരുന്നതുകൊണ്ടാണ് എന്ന് പറയും. ഇവരുടെ പ്രതിഷേധവും വളരെ മയത്തിലായിരുന്നു. വളരെ സമാധാനപരമായിട്ട് റോഡിൻ്റെ 2 ഭാഗത്തും നിന്ന് ഇൻകിലാബ് സിന്ദാബാദ്, ED ഗോ ബാക്ക് എന്ന് മുദ്രാവാക്യം വിളിച്ചല്ലാതെ വളരെ കടുപ്പം കൂടിയ മുദ്രാവാക്യമൊന്നും അവിടെയും കേട്ടില്ല. ഇതിനെ എല്ലാത്തിനേക്കാളും ഭയങ്കരമായ കാര്യം, ഈ നാട്ടിൽ എത്ര രാഷ്ട്രീയ പാർട്ടികളുണ്ട് ഒന്ന് ആലോചിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുതൽക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വരെയുള്ള പാർട്ടികളുണ്ട്. ഇവരൊക്കെ കാലാകാലങ്ങളിൽ ഈ SDPIക്കാരുടെ അടുത്ത് വോട്ട് ചോദിച്ചു തന്നവരുമാണ്. മുസ്ലിം ലീഗ് നേതാക്കളിൽ MK മുനീർ പ്രതിഷേധിക്കാത്തത് നമുക്ക് മനസ്സിലാക്കാം. MK മുനീറും KM ഷാജിയും വലിയ പോപ്പുലർ ഫ്രണ്ട് വിരുദ്ധന്മാരാണ്. അവർക്ക് CPMനേക്കാളും BJPയെക്കാളും എതിർപ്പ് പോപ്പുലർ ഫ്രണ്ടിനോടും SDPIയോടും. പക്ഷേ മറ്റ് നേതാക്കന്മാർ, ഏറ്റവും കുറഞ്ഞത് നമ്മുടെ ET മുഹമ്മദ് ബഷീറെങ്കിലും ഇതേക്കുറിച്ച് എന്തെങ്കിലും പ്രതികരിക്കേണ്ടായിരുന്നു. പക്ഷേ ഒരക്ഷരം വിടിയില്ല. കുഞ്ഞാലിക്കുട്ടിയുടെ അതിനും പറയാനുമില്ല. സാദിഖ് അലി തങ്ങൾക്ക് ഇവിടെ SDPI എന്നൊരു പാർട്ടി ഉള്ളത് തന്നെ അറിയില്ല. ഇവരെല്ലാവരും മഹാമൗനം പാലിച്ചു. ലീഗിൻ്റെ മുഖപ്രസംഗമായ ചന്ദ്രിക ഈ വാർത്ത അഗണ്യ കോടിയിലാണ് പ്രസിദ്ധീകരിച്ചത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 10-ാം പേജിലായിരുന്നു. സിറാജിലെ സ്ഥിതി ഒട്ടും വ്യത്യസ്തമല്ല. സിറാജാകട്ടെ ചന്ദ്രികയാവട്ടെ നമ്മുടെ സുപ്രഭാതമാകട്ടെ ഈ വിഷയത്തിൽ ഒരു മുഖപ്രസംഗം എഴുതാൻ പോലും കൂട്ടാക്കില്ല. ഇത്ര വലിയ ഭരണകൂട ഭീകരത ഈ നാട്ടിൽ നടന്നിട്ട് ഈ 3 പത്രങ്ങൾ പാലിച്ച മൗനം എന്ന് പറയുന്നത് ചെകിടടപ്പിക്കുന്ന വാചാലമായ മൗനമായിരുന്നു. ഇവർക്ക് ആർക്കും ഈ ഫൈസി അറസ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ ഈ റെയ്ഡ് നടത്തിയാലോ ഒരു എതിർപ്പോ ഒരു പ്രതിഷേധവും ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. മാധ്യമത്തിൻ്റെ കാര്യമാണ് ഏറ്റവും ഭയങ്കരം. ഈ പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തപ്പോഴും പിന്നീട് സംഘടനയെ നിരോധിച്ചപ്പോഴും മുഖപ്രസംഗം എഴുതിയ പത്രമാണ് മാധ്യമം. അങ്ങനെ 2 തവണ എഡിറ്റോറിയൽ ഈ വിഷയത്തിൽ എഴുതുകയാണ്. പക്ഷേ ഫൈസി അറസ്റ്റ് ചെയ്തിട്ട് ഈ ദിവസം വരെ, ഈ നിമിഷം വരെ ഒരു മുഖപ്രസംഗം എഴുതിയിട്ടില്ല. ഇത് ഭരണകൂട ഭീകരതയാണ്, ഫാസിസത്തിൻ്റെ കടന്നുവരവാണ് എന്ന രീതിയിലുള്ള യാതൊരു വിശകലനവും ആ പത്രത്തിൽ വന്നില്ല. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കും പ്രതിഷേധമില്ല എന്നുകൊണ്ട് മനസ്സിലാക്കുക. നോമ്പുകാലം ആയതുകൊണ്ടാണെന്നറിയില്ല. ഈ കേരള അമീറാകട്ടെ അഖിലേന്ത്യാ അമീറാകട്ടെ ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. രാഹുൽ ഗാന്ധി മുതൽക്ക് MK സ്റ്റാലിൻ വരെയുള്ള നേതാക്കന്മാരും മൗനം പാലിക്കുക. ഇവരുടെ വലിയൊരു ഗുണകാംക്ഷിയാണ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. അദ്ദേഹവും ഇങ്ങനൊരു സംഭവം അറിഞ്ഞായിട്ട് കേട്ടുകേൾവി പോലുമില്ല. അതുപോലെ ലാലു പ്രസാദ് യാദവ്. ഇവരൊക്കെ ഈ SDPIക്കാരെ കാര്യം കഴിഞ്ഞപ്പോൾ കറിവേപ്പിലാക്കി എന്നുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. വോട്ട് മേടിക്കാൻ വിരോധമില്ല. അവരുടെ വോട്ട് കൊണ്ട് പഞ്ചായത്ത് ഭരിക്കാനോ അല്ലെങ്കിൽ നിയമസഭയിലേക്ക് ജയിക്കാനോ ഒക്കെ യാതൊരു അയിത്തവുമില്ല. പക്ഷേ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവരെ എന്തോ ഒരു വലിയ വിധ്വംസക പാർട്ടിയായിട്ട് അല്ലെങ്കിൽ തീവ്രവാദ സംഘടനയായിട്ട് മാറ്റി നിർത്താനുള്ള ഒരു പ്രവണത കോൺഗ്രസ്സുകാർക്ക് പണ്ടേ ഉണ്ട്, ഘടകകക്ഷികൾക്കും ഉണ്ട് എന്നുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. എന്നിട്ട് ശിവസേന പോലും SDPIയുടെ അധ്യക്ഷനെ അറസ്റ്റ് ചെയ്തതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയില്ല. ഇതാണ് അവസ്ഥ. മാധ്യമവും മിണ്ടിയില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറും ഒന്നും പറഞ്ഞില്ല. പക്ഷേ നമ്മുടെ ദാവൂദ് സാഹിബ് കുറച്ചൊരു ഔചിത്യം കാണിച്ചു. വൈകുന്നേരത്തെ അടുപ്പൂട്ടി ചർച്ചയിൽ ഈ വിഷയം പരാമർശിച്ചു. ഇത് SDPIക്കെതിരെ മാത്രമുള്ള ഒരു ആക്ഷേപമല്ല,
മൊത്തത്തിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായ കടന്നാക്രമണമാണ്. ഏത് മുസ്ലിം സംഘടന ഏത് സെക്കൻഡിൽ വേണമെങ്കിലും പൂട്ടിപ്പോയേക്കാം എന്ന് അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞു വെച്ചു. എന്ന് മാത്രമല്ല, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന സമയത്ത് സാഹിബിൻ്റെ മുഖം കണ്ടാൽ അദ്ദേഹത്തിന് ഇത്രയും ഉത്കടമായ സങ്കടം മുമ്പ് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഈ ഹിസ്ബുള്ളക്കാരുടെ മടിയിലിരുന്ന് അവരുടെ പേജർ പൊട്ടിത്തെറിച്ച ദിവസം മാത്രം. അല്ലാതെ സാഹിബിന് ഇത്ര ദുഃഖിതനായിട്ട് ഞാൻ കണ്ടിട്ടില്ല. കാരണം സാഹിബിനറിയാം ഇത് SDPIക്കെതിരെയുള്ള ഒരു ആക്രമണം മാത്രമല്ല. പോപ്പുലർ ഫ്രണ്ട് പൂട്ടിച്ചു, നേതാക്കന്മാർ മുഴുവൻ ജയിലിലായി, SDPIയുടെ അധ്യക്ഷൻ ജയിലിൽ പോയി. ഇതാ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കും. സംഘടനയെ നിരോധിക്കുകയായിരിക്കോ അതോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവരുടെ അംഗീകാരം റദ്ദാക്കുകയാണോ ചെയ്യാൻ പോകുന്നതെന്ന് അറിയില്ല. രണ്ടായാലും ഈ സംഘടന ഇനി അധികം നാളൊന്നും ഈ നാട്ടിലുണ്ടാകാനുള്ള സാധ്യത കുറവാണ്. ഇത് വേറെ ആർക്കും മനസ്സിലായില്ലെങ്കിലും സാഹിബിന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് അതിൻ്റെ വരുംവരായികളെക്കുറിച്ചും നല്ല ധാരണയുണ്ട്. അപ്പോൾ ഇന്ന് നീ നാളെ ഞാൻ എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാന തത്വം. ഇന്നിപ്പോൾ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച SDPIയെ പൂട്ടിക്കെട്ടാൻ പോകുന്ന ഈ BJP സർക്കാർ, കേന്ദ്രത്തിലെ ഫാസിസ്റ്റ് ഭരണകൂടം ഇനി ആരുടെ നേർക്കായിരിക്കും നീങ്ങുക? അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നേർക്കായിരിക്കില്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേർക്കുമായിരിക്കില്ല, സ്റ്റാലിൻ്റെ DMKക്ക് നേരെയുമായിരിക്കില്ല. നേരെ മറിച്ച് അവർക്ക് വേണ്ടത് ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ മാതൃസംഘടന എന്ന് പറയുന്നത് വേറെ സംഘടന നമ്മുടെ നാട്ടിലുണ്ട്. അത് ജമാഅത്തെ ഇസ്ലാമിയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ സിദ്ധാന്തമാണ് പോപ്പുലർ ഫ്രണ്ടുകാർ നടപ്പാക്കുന്നത്. ഇത് രണ്ടും ഒന്നിൻ്റെ വകഭേദങ്ങളാണ്. ഒന്നല്പം കൂടിയ ഭേദമാണ് എന്ന വ്യത്യാസമുള്ളൂ. അപ്പോൾ ഇന്ന് നീ നാളെ ഞാൻ എന്നുള്ള സിദ്ധാന്തം അനുസരിച്ച്, അല്ലെങ്കിൽ ഇന്ന് നീ നാളെ ഞാൻ എന്നുള്ള സിദ്ധാന്തം അനുസരിച്ച് എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇനി വരാൻ പോകുന്നത് ജമാഅത്തെ ഇസ്ലാമിക്കെതിരായിട്ടുള്ള നിരോധനമാണ്. അങ്ങനെയാണെങ്കിൽ ആരൊക്കെയായിരിക്കും ജയിലിൽ പോകുന്നതെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല. അതാണ് സാഹിബിൻ്റെ മുഖത്ത് ഇത്രയും ഖനീഭവിച്ച ദുഃഖം. സാഹിബിനൊഴിച്ച് വേറെ ആർക്കും ഈ സംഗതി മനസ്സിലായിട്ടുമില്ല. ഇപ്പോൾ ഈ സംഘടനകളും ഈ പാർട്ടികളൊക്കെ പ്രതികരിക്കുന്ന ഏത് രീതിയിലാണെന്ന് മനസ്സിലാക്കിയാൽ ഇനി നാളെ ഇവരെ നിരോധിക്കുമ്പോഴും എന്തായിരിക്കും ഉണ്ടാകാൻ പോവുക എന്ന് നമുക്കറിയാവുന്നു. CPMകാരടക്കം അതിനെ അനുകൂലിക്കും. CPMന് ഇപ്പോൾ ഏറ്റവും വിരോധമുള്ളത് ജമാഅത്തെ ഇസ്ലാമിയോട്. കാരണം അവരുടെ വോട്ട് ഇവർക്ക് കിട്ടുകയില്ല എന്ന് മനസ്സിലായി. മാത്രമല്ല, ഇതൊക്കെ നേരെ എന്തെങ്കിലും നടപടി ഉണ്ടായാൽ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കാരായിട്ട് നടക്കുന്നവരൊക്കെ നാളെ മാർക്സിസ്റ്റുകാരായിട്ട് മാറും എന്ന് അവർക്കറിയാം. പോപ്പുലർ ഫ്രണ്ടുകാരൊക്കെ CPMകാരായിട്ട് മാറിയ പോലെ. കാരണം ഭരണമുള്ളത് CPMൻ്റെ ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു ഭാഗത്തു നിന്ന് ഒരു പിന്തുണയും കിട്ടുകയില്ല, ഒരു പാത്രവും ഇവർക്ക് വേണ്ടി ശബ്ദിക്കുകയില്ല. 1975-ലും 1991-ലും കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഒന്ന് ഇന്ദിരാഗാന്ധിയാണ്, മറ്റേത് നരസിംഹറാവുമാണ്. നിരോധിക്കപ്പെട്ട സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. ഇനിയിപ്പോൾ നരേന്ദ്രമോദിക്കോ അമിത്ഷായ്ക്കോ മേല് കീഴ് നോക്കാതെ ഈ സംഘടന നിരോധിക്കാനും നേതാക്കന്മാരെ പൂട്ടാനും രണ്ടാമൊന്നും ആലോചിക്കേണ്ടവരില്ല. അതുകൊണ്ടാണ് ദാവൂദ് സാഹിബിൻ്റെ മുഖത്ത് ഈ ഖനീഭവിച്ച ദുഃഖം. അല്ലാണ്ട് ഫൈസി അകത്ത് പോയതുകൊണ്ടല്ല, SDPIയുടെ ഓഫീസിൽ EDക്കാർ റെയ്ഡ് നടത്തിക്കൊണ്ടല്ല. ഇതൊന്നും ആർക്കും വേലി കെട്ടിയിട്ടില്ല, നമുക്ക് നാളെ സംഭവിക്കാവുന്നതാണ് എന്ന് അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ ഇതാണ് പുള്ളിയുടെ സങ്കടത്തിൻ്റെ കാര്യം. പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇഷ്ടം പറയുന്ന ബന്ധുക്കളാരുമേ കഷ്ടകാലത്തെങ്കിൽ ഇല്ലെന്ന് നിർണയം എന്നുള്ളതാണ്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ഇഫ്താർ വിരുന്നുകളിൽ പങ്കെടുത്ത് ഈന്തപ്പഴവും കാരക്കായും ഒക്കെ തിന്നുന്ന നേതാക്കൾ, അവിടെ പോയി തരിക്കഞ്ഞി കുടിക്കുന്നവർ, നാരങ്ങ വെള്ളം കുടിക്കുന്നവർ, കോഴി ബിരിയാണി തിന്നുന്നവരാരും തന്നെ ഇവരെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവില്ല. പണ്ട് അബ്ദുൽ നാസർ മദനിയെ അറസ്റ്റ് ചെയ്തപ്പോൾ കുഞ്ഞാലിക്കുട്ടിയും മറ്റുമൊക്കെ എങ്ങനെയാണ് പ്രതികരിച്ചതെന്ന് നമുക്കറിയാം. ചാന്ദ്രിക പത്രം ഈ ജയിലിൽ കിടക്കുന്ന മദനിയെ പരിഹസിച്ചുകൊണ്ട് വലിയ ലേഖനം തന്നെ പ്രസിദ്ധീകരിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. സംശയമുള്ളവർക്ക് ആ പഴയ ചാന്ദ്രികയുടെ ലക്കങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കും. പിന്നെ മദനി എത്രയോ കൊല്ലത്തിന് ശേഷം ജയിലിൽ നിന്ന് വന്നപ്പോൾ ലീഗുകാർ ഞങ്ങൾ അദ്ദേഹത്തോട് സഹതപിക്കും, ഞങ്ങൾക്ക് സഹാനുഭൂതിയുണ്ട് എന്നൊക്കെ പറഞ്ഞു എന്നല്ലാതെ യഥാർത്ഥത്തിൽ ഇവരെ ഉള്ളുകൊണ്ട് സന്തോഷിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ രാഷ്ട്രീയം എന്ന കാര്യം മനസ്സിലാക്കുക. കേന്ദ്രം ഭരിക്കുന്നത് മറ്റേ പാർട്ടിയാണ്. കോൺഗ്രസ് ഭരിച്ചപ്പോൾ നമുക്ക് പല സൗകര്യങ്ങളുണ്ട്, പല ആനുകൂല്യങ്ങളും കിട്ടിയിരുന്നു. ഇപ്പോഴും പല ആനുകൂല്യങ്ങളും കിട്ടും. പക്ഷേ തലയ്ക്ക് മീതെ ഡെമോക്രസിൻ്റെ വാൾ പോലെ ഫാസിസ്റ്റ് ഭരണകൂടം തൂങ്ങി നിൽക്കുകയാണ്. ഏത് സെക്കൻഡിൽ വേണമെങ്കിലും ആ ചരട് പൊട്ടാം, അല്ലെങ്കിൽ ആ നൂല് പൊട്ടാം. അത് പതിക്കാൻ പോകുന്നത് നമ്മുടെ കഴുത്തിലാണ്. അപ്പോൾ കാത്തിരിക്കുക. ഇനി അധികം സമയമില്ല. ഇന്ന് നീ നാളെ ഞാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.